10-16 വയസ്സുള്ള സമയത്ത് ചെങ്കോൽ എന്ന് പറഞ്ഞ സിനിമ അറിയാലോ, കിരീടം കഴിഞ്ഞിട്ട് വരുന്ന ഭയങ്കര ഹിറ്റ്. ഏത് പെൺകുട്ടികളാണെങ്കിലും ചാടിപ്പോയി എടുക്കും. ഇനി ഞാനും ഭയങ്കര കോളേജിലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചാൻസ് വന്നോ? അതെ, എന്നെ സെലക്ട് ചെയ്ത് അത് ഫോണ് വിളിക്കുന്ന എന്റെ PP നമ്പർ. അന്ന് വീട്ടിൽ ഫോണില്ല, തൊട്ടടുത്ത വീട്ടിലേക്ക് ഫോണ് വരുന്നത്. അപ്പൊ പറഞ്ഞു ഇത് ഞാൻ കിരീടമുണ്ണി. അപ്പൊ ഞാൻ ഏത് കിരീടമുണ്ണി, കിരീടമുണ്ണി ഒന്നുണ്ട് എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. എനിക്ക് ഒറ്റ പ്രൊഡ്യൂസേഴ്സിനെ ഡയറക്ടേഴ്സ് ഒന്നും അറിയില്ല. എനിക്ക് ആ കൂടെ മമ്മൂക്കനെ മാത്രം എനിക്ക് ഇഷ്ടം, മമ്മൂക്കനെ മാത്രമേ അറിയാം, അത്രയ്ക്കേ ഉള്ളൂ. ആ മമ്മൂക്ക ഫാൻ, ഡൈ ഹാർട്ട് ഫാൻ. അപ്പൊ മമ്മൂക്ക ഷാറുഖ് ഖാൻ, ഇനി അത് പറയാണ്ടിരുന്ന അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇതാണ് സിനിമ വരുന്നത്, ഞങ്ങളിങ്ങനെ ഈ സിനിമയാണെന്നൊക്കെ പറഞ്ഞ് കുറെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത് ശരിക്കുമായിരിക്കോ, ഒരു കാര്യം ചെയ്തു, നിങ്ങൾ എന്റെ ഡാഡിനെ വിളിക്കൂ. ഞാൻ ഡാഡിയുടെ ഫോണൊക്കെ കൊടുത്തു, ഞങ്ങളുടെ കടയിലെ നമ്പറൊക്കെ കൊടുത്തു. അവര് വിളിച്ചു. എന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത്. നൗ സിൻസ് വി ആർ സ്പീക്കിംഗ് ഫ്രം ട്രിവാൻഡ്രം, കോട്ടൺ ഹിൽ ഹൈസ്കൂളിൽ വന്നു ഞാൻ. എന്നിട്ട് എന്നെ ഒരു വൈറ്റ് ചുരിദാർ, ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, അതിലെ നായിക ഇട്ടിരിക്കുന്ന അതേ ചുരിദാർ ഇട്ടിട്ട് എന്നെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്ന് വേണുചേട്ടൻ, CB മലയിൽ, കിരീടമുണ്ണി, അങ്ങനെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. തിരിച്ചു പോകാൻ നേരത്ത് എനിക്ക് പേടിയായിരുന്നു. ഐ വാസ് സ്കേർഡ്. അറിയില്ല, ഐ വാസ് സോ യങ്, നൈവ്. ഇപ്പത്തെ നിഷയല്ല, ഇപ്പോ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. എനിക്ക് അങ്ങനെ അത്ര ഒരു ധൈര്യമുള്ള കുട്ടിയായിരുന്നില്ല. പിന്നെ ഇന്നത്തെ പോലെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും, എന്റെ ചുറ്റുള്ള എല്ലാവരും എന്നോട് ഇത് വേണോ നിഷ, അത് ശരിയാവോ നിഷ, അങ്ങനത്തെ ഒരു ചോദ്യം. അതായത് ആരും നമ്മളെ പോസിറ്റീവായിട്ട് ആരും പറയില്ല. പറഞ്ഞ ആൾക്കാരെല്ലാം വേണോ, ഇത് നമുക്ക് ശരിയാവോ, നീ നല്ല പഠിക്കുന്ന കുട്ടിയാണ്, നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും ജോലി ചെയ്താൽ പോരെ, സിനിമ നടിയൊക്കെ ആയാ ശരിയാവോ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലൈഫിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഈവൻ ദോ ഐ വാസ് എഡ്യൂക്കേറ്റഡ്, ഐ നെവർ ഹാഡ് ദാറ്റ് ഗട്ട്സ് ടു സേ യെസ് ടു ഇറ്റ്. അതാണ്, അതുകൊണ്ട് നോ ആയിപ്പോയ ഒരു സിനിമയാണ്. പക്ഷെ ഈ സിനിമ അഭിനയിക്കാൻ, അതാ പറയുന്നത്, അങ്ങനെ ഒരു നിമിത്തം ഉണ്ടെങ്കിൽ അത് നടക്കണം. ഓവർ ദ ഇയേഴ്സ് എനിക്ക് 3 പെൺകുട്ടികളായതിനു ശേഷമാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. ഓക്കെ, അതൊരു ലാലിന്റെ കൂടെ തന്നെ അഭിനയിച്ചു. അതില് ലാലിന്റെ നായികയായിരുന്നു. പക്ഷെ ഞാൻ ലാൽ ബ്രോ എന്നാ വിളിക്കുക പോലും, സ്നേഹപൂർവ്വം. നോട്ട് ദ ലാലേട്ടൻ, ദാദ ലാലേട്ടൻ. ഭയങ്കരമായ കണക്ഷനാ. ലാൽ ബ്രോ, ലാൽ ബ്രോ സുനാമിയുടെ ഒക്കെ ലാൽ ബ്രോ, സിദ്ദിഖ് ലാലില് ലാലേട്ടൻ. ആ ലാലേട്ടന്റെ കൂടെയാണ് ഫസ്റ്റ് അഭിനയിക്കുന്ന ലാലേട്ടന്റെ നായികയായിട്ട്. അപ്പൊ ഒരു ലാലേട്ടനോട് അഭിനയിച്ചല്ലോ, വരുമല്ലോ അല്ലേ? എന്തായാലും വരും. ഇങ്ങനെ ഇത്രയും സുന്ദരിയും സുമുഖിയ ചേച്ചിനെ എങ്ങനെ ഇഷ്ടപ്പെട്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക്. പക്ഷെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം. ഇപ്പൊ ഫസ്റ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീരിയലിൽ ഞാൻ നോ പറഞ്ഞു. ഇനിയിപ്പോ ഈ സീരിയൽ കഴിഞ്ഞിട്ട് വേറെ ഒരു സിനിമയും സീരിയലും കൂടി വന്നു, ഏത് ചൂസ് ചെയ്യും? ഐ വിൽ ലുക്ക് ഇൻ ടു ദ ക്യാരക്ടർ.